ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രകാലത്ത് ജീവിക്കുന്ന നമ്മളിൽ എത്ര പേർ പഴയ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ കണ്ടിട്ടുണ്ട്? വളരെ കുറച്ചുപേർ മാത്രമാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ കോഴിക്കോട് ബിലാത്തിക്കുളം ഹൗസിംഗ് കോളനിയിലെ IT വിദഗ്ധനായ വികാസിന്റെ പക്കലുള്ള തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങൾ കണ്ടാൽ നമ്മളൊക്കെ ഒന്ന് ഞെട്ടും. 7 പതിറ്റാണ്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ഉപകരണങ്ങളുണ്ട് വികാസിന്റെ കയ്യിൽ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ വർഷം 1950. തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ മെഗാഫോണിലൂടെ എത്തിയ കാലം. 1951 പൊതു തിരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച പഴയ ബാലറ്റ് പെട്ടിയാണ് ശേഖരത്തിലെ ഏറ്റവും പഴക്കമേറിയത്. 100-ൽ കുറവ് ബാലറ്റുകൾ ഇടാനുള്ള സൗകര്യമേ ഇതിനുള്ളൂ. 1960-കളിൽ ഉപയോഗിച്ചിരുന്ന ബാലറ്റ് പെട്ടിയും കൈവശമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ അടയാളപ്പെടുത്തിയ ബാഡ്ജുകൾ, മലയാള അക്ഷരങ്ങൾക്കൊപ്പം വിവിധ ആകൃതിയിലുള്ള പഴയകാല അച്ചുകളും നിധി പോലെ സൂക്ഷിക്കുന്നു. ഇന്നത്തെ തലമുറകൾ അത് കണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്പീക്കറുകളും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന മൈക്കുകളും, പിന്നെ വോട്ടിംഗ് മെഷീനാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. ആ ഒരു മാറ്റം എന്താണെന്ന് പഴയ തലമുറക്കാർ എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. തിരഞ്ഞെടുപ്പ് പുരാവസ്തുക്കൾക്ക് പുറമെ പഴയകാലത്തെ സ്വർണ്ണ നാണയങ്ങളും ശേഖരത്തിലുണ്ട്. ഇപ്പോഴതിന്റെ മൂല്യം എത്രയോ ഇരട്ടിയാണ്. പഴയ റേഡിയോ, പ്രധാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്രങ്ങൾ, പഴയ നാണയങ്ങൾ എന്നിവയും വികാസിന്റെ കയ്യിലുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്.